ഹായ് ഫ്രണ്ട്സ്, മിഷൻ പി എസ് സിയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ബയോളജി പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമുക്കതിൻ്റെ പാർട്ട് 5 നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ദ ഡിസോർഡർ ക്യാരക്ടറൈസ്ഡ് ബൈ ദ ആബ്സെൻസ് ഓഫ് മെലാനിൻ. മെലാനിൻ്റെ ആബ്സെൻസ് മൂലം ഉണ്ടാകുന്ന ഡിസോർഡറിന് പറയുന്ന പേരാണ് ആൽബനിസം എന്ന് പറയുന്നത്. മെലാനിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന ഡിസോർഡറിന് പറയുന്ന പേരാണ് ആൽബനിസം. അടുത്ത ക്വസ്റ്റ്യൻ: വിച്ച് ഗ്ലാൻഡ് ഇൻ ദ ഹ്യൂമൻ ബോഡി ഈസ് കാൾഡ് മാസ്റ്റർ ഗ്ലാൻഡ്? മനുഷ്യരീരത്തിലെ ഏത് ഗ്ലാൻഡിനെയാണ് മാസ്റ്റർ ഗ്ലാൻഡ് എന്നറിയപ്പെടുന്നത്? ഉത്തരം ലാക്രിമൽ ഗ്ലാൻഡിനെയാണ്. മാസ്റ്റർ ഗ്ലാൻഡ് എന്നറിയപ്പെടുന്നത് ലാക്രിമൽ ഗ്ലാൻഡിനെയാണ് മാസ്റ്റർ ഗ്ലാൻഡ് എന്ന് അറിയപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ: വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് യൂസ്ഡ് ഫോർ കില്ലിംഗ് ബാക്ടീരിയ? താഴെ പറയുന്നവയിൽ ഏതാണ് കില്ലിംഗ് ബാക്ടീരിയ ആയിട്ട് ഉപയോഗിക്കുന്നത്? ഉത്തരം ക്ലോറിനാണ്. അപ്പം കില്ലിംഗ് ബാക്ടീരിയ ആയിട്ട് ഉപയോഗിക്കുന്നത് ക്ലോറിനാണ്, ക്ലോറിൻ. ബയോസ്പി ഈസ് ഡൺ ഇൻ. ബയോസ്പി ചെയ്യുന്നത് ടിഷ്യൂസ് ടേക്കൺ ഫ്രം എ ലിവിങ് ബോഡി. ലിവിങ് ബോഡിയിൽ നിന്നെടുക്കുന്ന ടിഷ്യൂവിലാണ് ബയോസ്പി ചെയ്യുന്നത്. ബയോസ്പി ഈസ് ഡൺ ഇൻ ടിഷ്യൂസ് ടേക്കൺ ഫ്രം ലിവിങ് ബോഡി. ടിഷ്യൂസ് ടേക്കൺ ഫ്രം ലിവിങ് ബോഡി. മാക്സിമം പാർട്ട് ഓഫ് ദ ബോഡി ഈസ് കമ്പോസ്ഡ് ഓഫ്. മാക്സിമം പാർട്ട് ഓഫ് ദ ബോഡി ഈസ് കമ്പോസ്ഡ് ഓഫ് വാട്ടർ. മാക്സിമം പാർട്ട് ഓഫ് ദ ബോഡി ഈസ് കമ്പോസ്ഡ് ഓഫ് വാട്ടർ. Which of the following is degenerative disease? Which of the following is degenerating disease? ഉത്തരം ആൾ ഓഫ് എബോയാണ്. ഈ പറയുന്ന എല്ലാം ഡീജനറേറ്റിംഗ് ഡിസീസാണ്. ആർത്രൈറ്റീസ്, ഡയബറ്റീസ് മെലിറ്റസ്, ഹാർട്ട് അറ്റാക്ക്, ഇത് മൂന്നും ഡീജനറേറ്റീവ് ഡിസീസാണ്. അതുകൊണ്ട് ആൾ ദ എബോ ആണ് ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ: ട്രൈപ്നോസോമ ഈസ് കാസ് ദ ഡിസീസസ് നോൺ as ട്രൈപ്നോസോവ കാസസ് ദ ഡിസീസ് നോൺ as. ട്രൈപ്നോസോവ എന്ന് പറയുന്നത് സ്ലീപ്പിംഗ് സിക്നസ്സിനെയാണ് ട്രൈപ്നോസോമ എന്ന് പറയുന്നത്. ട്രൈപ്പനോസോമ എന്ന് പറയുന്നത് സ്ലീപ്പിംഗ് സിക്നസ്സിനെയാണ് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ: ദ സെക്കൻഡ് ഹോസ്റ്റ് ഓഫ് ടൈപ്പ് വോം ഏതാണ്? പിഗാണ്. ദ സെക്കൻഡ് ഹോസ്റ്റ് ഓഫ് ടൈപ്പ് വോം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം പിഗാണ്. ദ സെക്കൻഡ് ഹോസ്റ്റ് ഓഫ് ടൈപ്പ് വോം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം പിഗാണ്. അടുത്ത ക്വസ്റ്റ്യൻ: ദ ഗ്യാസ് യൂസ്ഡ് ഫോർ ആർട്ടിഫിഷ്യൽ റൈപ്പിംഗ് ഓഫ് ഗ്രീൻ ഫ്രൂട്ട്. ദ ഗ്യാസ് യൂസ്ഡ് ഫോർ ആർട്ടിഫിഷ്യൽ റൈപ്പിംഗ് ഓഫ് ഗ്രീൻ ഫ്രൂട്ട്സ്, അതായത് പഴം പഴുപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന ആർട്ടിഫിഷ്യൽ ഗ്യാസ് ഏത് എന്നാണ് ചോദ്യം. ഉത്തരം അസറ്റിലീനാണ്. നമ്മൾ പച്ച മാമ്പഴമൊക്കെ പഴുപ്പിക്കാൻ ഉപയോഗിക്കുന്നത് അസറ്റിലീൻ എന്ന ആർട്ടിഫിഷ്യൽ ഗ്യാസാണ്. അടുത്ത: ദ ഹോർമോൺ വിച്ച് പ്രൊമോട്ട്സ് ബ്ലഡ് സർക്കുലേഷൻ. ബ്ലഡ് സർക്കുലേഷൻ പ്രൊമോട്ട് ചെയ്യുന്ന ഹോർമോൺ ഏത് എന്നാണ് ചോദ്യം. ഉത്തരം അഡ്രിനാലിനാണ്. ബ്ലഡ് സർക്കുലേഷൻ പ്രൊമോട്ട് ചെയ്യുന്ന ഹോർമോൺ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം അഡ്രിനാലിനാണ്. ദ ഹോർമോൺ വിച്ച് ഈസ് റെസ്പോൺസിബിൾ ഫോർ മെയിൻറ്റെയിനിങ് വാട്ടർ ബാലൻസ് ഇൻ അവർ ബോഡി. മനുഷ്യരീരത്തിലെ വാട്ടർ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഹോർമോൺ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാസോപ്രസിനാണ്. The hormone which is responsible for maintaining water balance in our body, vasopressin. Hormones are normally absent in. Hormones normally absent ആയിരിക്കും ഇവിടെ ബാക്ടീരിയകളിൽ. Hormones are normally absent in bacteria. അടുത്ത ക്വസ്റ്റ്യൻസ്: Pheromones are എന്താണ്? എക്ടോ ഹോർമോൺസ് എന്നാണ് അറിയപ്പെടുന്നത്. ഫിറമോൺസുകൾ എക്ടോ ഹോർമോൺസുകളായിട്ടാണ് അറിയപ്പെടുന്നത്. ഫിറമോൺസ് ആർ എക്ടോ ഹോർമോൺസ്. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഫിറമോൺസ് ആർ എക്ടോ ഹോർമോൺസ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ജനറ്റിക്കലി ട്രാൻസ്മിറ്റഡ് ക്യാരക്ടർ? താഴെ പറയുന്നവയിൽ ഒന്ന് ജനറ്റിക്കലി ട്രാൻസ്മിറ്റഡ് ജനറ്റിക്കലി ട്രാൻസ്മിറ്റഡ് അല്ലാത്ത ക്യാരക്ടറാണ് എന്നാണ് ചോദ്യം. അതിലേത്? ഓപ്ഷൻ: ഹീമോഫോബിയ ഉണ്ട്, കളർ ബ്ലൈൻഡ്നെസ് ഉണ്ട്, ഹൈഡ്രോസിഫിലിസ് ഉണ്ട്, മസ്കുലർ ഡിസ്ട്രോഫി ഉണ്ട്. ഇതിൽ ഹൈഡ്രോസിഫിലിസ് ആണ് ജനറ്റിക്കലി ട്രാൻസ്മിറ്റഡ് അല്ലാത്ത ക്യാരക്ടർ എന്ന് പറയുന്നത്. ഹൈഡ്രോസിഫിലിസ് ആണ്. ഹൈഡ്രോസിഫിലിസ്. അപ്പോൾ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ജനറ്റിക്കലി ട്രാൻസ്മിറ്റഡ് ക്യാരക്ടർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ഹൈഡ്രോസിഫിലിസ് ആണ്. ഹൈഡ്രോസിഫിലിസ്. സ്മാൾ പോക്സ് ഈസ് കാസ്ഡ് ബൈ. സ്മാൾ പോക്സ് ഉണ്ടാകുന്നത് വൈറസ് മൂലമാണ്. സ്മാൾ പോക്സ് ഈസ് കാസ്ഡ് ബൈ വൈറസ്. Increase in the case of skin cancer is a result of ozone hole.
increase in the case of skin cancer is a result of ozone hole. A farmer applied a hormone to his rice plant and the plant grew abnormally tall. Which of the following do you think was the hormone? അതായത് ഒരു ഫാർമർ തൻ്റെ കൃഷിത്തോട്ടത്തിൽ ഒരു ഹോർമോൺ അടിച്ചപ്പോൾ അത് വളരെ പെട്ടെന്ന് ആ കൃഷി വളരുകയുണ്ടായി. അപ്പോൾ ഈ ഫാർമർ അടിച്ച ഹോർമോൺ ഏത് എന്നാണ് ചോദ്യം. ഉത്തരം ഗിബ്ബറിലാണ്. അതായത് ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള ഒരു റൈസ് പ്ലാന്റിൽ ഒരു ഫാർമർ ഒരു ഹോർമോൺ അടിക്കുകയുണ്ടായി. അപ്പോൾ അത് വളരെ പെട്ടെന്ന് തന്നെ അത് വളരുകയുണ്ടായി. അപ്പോൾ അടിച്ച ഹോർമോൺ ഏത് എന്നാണ് ചോദ്യം. ഉത്തരം ഗിബ്ബർലിൻ. ഡ്യൂറിങ് എമർജൻസി വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹോർമോൺ ഈസ് ഇമ്പോർട്ടൻറ്റ്? എമർജൻസി സമയത്ത് താഴെ പറയുന്ന ഏത് ഹോർമോണാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത്? ഉത്തരം അഡ്രിനാലിനാണ്. ഉത്തരം ഏതാണ്? അഡ്രിനാലിൻ. എമർജൻസി ഹോർമോൺ എന്നറിയപ്പെടുന്നത് അഡ്രിനാലിൻ. ദ വെക്ടർ വിച്ച് ട്രാൻസ്മിറ്റ് ചിക്കൻ ഗുനിയ. ചിക്കൻ ഗുനിയ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഏതാണ്? ഈഡിസ് ഈജിപ്തി മൊസ്കിറ്റോ ആണ്. ഈഡിസ് ഈജിപ്തി മൊസ്കിറ്റോ ആണ് ചിക്കൻ ഗുനിയ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഈഡിസ് ഈജിപ്തി മൊസ്കിറ്റോ. അടുത്ത ക്വസ്റ്റ്യൻ, ട്രിപ്പിൾ വാക്സിൻ ഈസ് ഗിവൺ അഗെയിൻസ്റ്റ്. ട്രിപ്പിൾ വാക്സിൻ എന്തിനൊക്കെയാണ്? വൂപ്പിംഗ് കഫ്, ടെറ്റനസ് ആൻഡ് ഡിഫ്തീരിയ. ഇവ മൂന്നിനും വേണ്ടിയാണ് ട്രിപ്പിൾ വാക്സിൻ നൽകുന്നത്. ഏതൊക്കെയാണ്? വൂപ്പിംഗ് കഫ്, ടെറ്റനസ് ആൻഡ് ഡിഫ്തീരിയ. ഇവ മൂന്നിനും വേണ്ടിയാണ് ട്രിപ്പിൾ വാക്സിൻ നൽകുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ മിൽക്ക് പ്രൊഡ്യൂസ്ഡ് ഡ്യൂറിങ് ദ ഇനിഷ്യൽ ഫ്യൂ ഡേയ്സ് ഓഫ് ലാക്ടിക്കേഷൻ ഈസ് കാൾഡ്. ഏതാണ്? കൊളസ്ട്രം എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ കൊളസ്ട്രം എന്നാണ് പറയുന്നത്. ദ മിൽക്ക് പ്രൊഡ്യൂസ്ഡ് ഡ്യൂറിങ് ദ ഇനിഷ്യൽ ഫ്യൂ ഡേയ്സ് ഓഫ് ലാക്ടിക്കേഷൻ ഈസ് കാൾഡ് കൊളസ്ട്രം. അടുത്തത്, വിച്ച് ഹോർമോൺ ഇൻക്രീസസ് ദ റേറ്റ്സ് ഓഫ് ആൾമോസ്റ്റ് ആൾ കെമിക്കൽ റിയാക്ഷൻസ് ഇൻ ആൾ സെൽസ് ഓഫ് ദ ബോഡി? വിച്ച് ഹോർമോൺ ഇൻക്രീസസ് the rates of almost all chemical reaction in the cells of a body is thyroxine ആണ്. thyroxine hormone ആണ്. which hormone increases the rates of almost all chemical reaction in the all cell of the body? മനുഷ്യശരീരത്തിലെ എല്ലാ സെല്ലിലും ഉള്ള കെമിക്കൽ റിയാക്ഷൻ്റെ വേഗത കൂട്ടുന്ന ഹോർമോണാണ് തൈറോക്സിൻ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഓർഗൻ അറ്റാക്ഡ് ബൈ ദ ഡിസീസ് എയ്ഡ്സ്. എയ്ഡ്സ് അറ്റാക്ക് ചെയ്യുന്ന ഓർഗൻ ഏതാണ്? ഇമ്മ്യൂൺ സിസ്റ്റമാണ്. ഇമ്മ്യൂൺ സിസ്റ്റത്തിനെയാണ് എയ്ഡ്സ് അറ്റാക്ക് ചെയ്യുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ വാട്ടർ ബ്രോൺ ഡിസീസ്? താഴെ പറയുന്നത് ഏതാണ് വാട്ടർ ബ്രോൺ ഡിസീസ് എന്നറിയപ്പെടുന്നത്? ഡയറിയാണ്. ഡയറിയ. വിച്ച് ഈസ് ദ ഫോളോയിങ് ഈസ് എ വാട്ടർ ബ്രോൺ ഡിസീസ് ഈസ് ഡയറിയ. അടുത്ത ക്വസ്റ്റ്യൻ, ദ സെക്സ് ഓഫ് ദ ചൈൽഡ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ. എന്താണ് ഒരു ചൈൽഡിൻ്റെ സെക്സ് ഡിറ്റർമൈൻ ചെയ്യുന്നത്? ക്രോമസോം ഓഫ് ദ ഫാദർ. ഫാദറിൻ്റെ ക്രോമസോം നോക്കിയാണ് ചൈൽഡിൻ്റെ സെക്സ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ സ്റ്റഡി ഓഫ് ആൻ ഓർഗാനിസംസ് ഗ്രോത്ത് ഫ്രം എഗ് ടു അഡൾട്ട് സ്റ്റേജ് ഈസ് കാൾഡ് എംബ്രിയോളജി. സ്റ്റഡി ഓഫ് ആൻ ഓർഗാനിസംസ് ഗ്രോത്ത് ഫ്രം എഗ് ടു അഡൾട്ട്. എഗ് മുതൽ അഡൾട്ട് ആവുന്നത് വരെ ഉള്ള ഒരു ഗ്രോത്തിനെ കുറിച്ചുള്ള പഠനമാണ് എംബ്രിയോളജി എന്ന് പറയുന്നത്. The gland which is the relation to body size in largest at the birth and then gradually shrink after the puberty is called thymus. Question ingane, the gland which in the relation to the body size is largest at the birth size സമയത്ത് വലുതായിരിക്കും. ആൻഡ് ദെൻ ഗ്രാജുവലി shrink. അത് കഴിഞ്ഞ് എന്നാൽ ഗ്രാജുവലി shrink ആവുന്നു, ചെറുതാവുന്നു. ആഫ്റ്റർ പ്യൂബർട്ടി ഈസ് കാൾഡ് തൈമസ് എന്ന് പറയുന്നു. അതിനാണ് തൈമസ് എന്ന് പറയുന്നത്. ബയോളജിക്കൽ ക്ലോക്ക് ഈസ് യൂസ്ഡ് ഫോർ. എന്താണ്? റെഗുലേറ്റിംഗ് ബിഹേവിയർ. ബയോളജിക്കൽ ക്ലോക്ക് ഈസ് യൂസ്ഡ് ഫോർ റെഗുലേറ്റിംഗ് ബിഹേവിയർ ആണ്. ബയോളജിക്കൽ ക്ലോക്ക് റെഗുലേറ്റിംഗ് ബിഹേവിയർ. എ ഗ്ലാൻഡ് നോൺ ആസ് ഗ്ലാൻഡ് ഓഫ് എമർജൻസി. എ ഗ്ലാൻഡ് നോൺ ആസ് ഗ്ലാൻഡ് ഓഫ് എമർജൻസി എന്ന് പറയുന്നത് അറിയാം, അഡ്രിനാലിൻ ഗ്ലാൻഡ് ആണ്. ഏതാണ്? അഡ്രിനാലിൻ ഗ്ലാൻഡ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് വാം? എന്താണ് വാം എന്ന് പറയുന്നത്? അതൊരു ഫംഗസ് ആണ്. ഒരു ഫംഗസിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് വാം എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ് മോർ കേപ്പബിൾ ടു പ്രിവെൻറ്റ് സെക്സ്വലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ്. സെക്സ്വലി ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഡിസീസിനെ തടയാൻ വേണ്ടിയുള്ള മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയ മെത്തേഡ് ഏത് എന്നാണ് ചോദ്യം. ഉത്തരം കോണ്ടം ആണ്.
the contraceptive method more capable to prevent sexually transmitted disease? Answer is condom. അടുത്ത ക്വസ്റ്റ്യൻ, പെപ്സിനോജിൻ ഈസ് കൺവേർട്ടഡ് ടു പെപ്സിൻ ബൈ ദ ആക്ഷൻ ഓഫ്. പെപ്സിനോജിൻ പെപ്സിനായിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സ് എന്തിനാണ്? HCI ഓഫ് സ്റ്റൊമച്ചിൻ്റെ HCl അതായത് ഹൈഡ്രോക്ലോറിക് ആസിഡ്, വയറ്റിലുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡാണ് എന്താണ് പെപ്സിനോജിനായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്, പെപ്സിനായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. പെപ്സിനോജിൻ ഈസ് കൺവേർട്ടഡ് ടു പെപ്സിൻ ബൈ ദ ആക്ഷൻ ഓഫ് HCl ഓഫ് സ്റ്റൊമച്ച്. വയറ്റിലെ ഹൈഡ്രോക്ലോറിക് ആസിഡാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സ്ക്രീറ്ററി ഓർഗൻ ഓഫ് ലോവർ അനിമൽ? ലോവർ അനിമൽസിൻ്റെ എക്സ്ക്രീറ്ററി ഓർഗൻ ഏത് എന്നാണ് ചോദ്യം. ഉത്തരം നെഫ്രീഡിയയാണ്. ഏതാണ്? നെഫ്രീഡിയ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സ്ക്രീറ്ററി ഓർഗൻ ഓഫ് ലോവർ അനിമൽ ഈസ് നെഫ്രീഡിയ. അടുത്ത, എലിഫന്റാസിസ് ഡിസീസ് ഈസ് ട്രാൻസ്മിറ്റഡ് ബൈ എ ക്യൂലസ് മൊസ്കിറ്റോ. Elephantiasis disease is transmitted Culex mosquito. The antiviral chemical produced by the animal cell. Antiviral chemical produced by the animal cell is interferon. ആൻറ്റിവൈറൽ ആയ കെമിക്കൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന അനിമൽ സെല്ലിന് പറയുന്ന പേരാണ് ഇൻ്റർഫെറോൺ എന്ന് പറയുന്നത്. ഇൻ്റർഫെറോൺ. അടുത്ത ക്വസ്റ്റ്യൻ, ദ മേജർ പ്രോട്ടീൻ ഡൈജസ്റ്റിംഗ് എൻസൈം പ്രസൻറ്റ് ഇൻ ദ പാൻക്രിയാറ്റിക് ജ്യൂസ്. ദ മേജർ പ്രോട്ടീൻ ഡൈജസ്റ്റിംഗ് എൻസൈം, പ്രോട്ടീൻ ഡൈജസ്റ്റ് ചെയ്യുന്ന എൻസൈം പ്രസൻറ്റ് ഇൻ ദ പാൻക്രിയാറ്റിക് ജ്യൂസ്. പാൻക്രിയാറ്റിക് ജ്യൂസിൽ പ്രസൻ്റ് ആയിട്ടുള്ള എൻസൈം എന്തിനാണ്? പ്രോട്ടീൻ ഡൈജസ്റ്റിങ്ങിന് വേണ്ടിയുള്ള എൻസൈം ഏത് എന്നാണ് ചോദ്യം. ഉത്തരം കാർബോക്സി പെപ്റ്റിസൈഡാണ്. കാർബോക്സി പെപ്റ്റൈഡാണ്. കാർബോക്സി പെപ്റ്റിഡൈസ് എന്ന എൻസൈമാണ് പ്രോട്ടീൻ ഡൈജഷന് വേണ്ടിയിട്ട് പാൻക്രിയാസ് ജ്യൂസിൽ അടങ്ങിയിട്ടുള്ളത്. പാൻക്രിയാസ് ജ്യൂസിൽ അടങ്ങിയിട്ടുള്ള പ്രോട്ടീൻ ഡൈജഷനായ എൻസൈം ഏത് എന്നാണ് ചോദ്യം. ഉത്തരം കാർബോക്സി പെപ്റ്റിഡൈസാണ്. The thyroid fever is caused by bacteria. Thyroid fever is caused by bacteria. Which psychological disorder produce a severe desire to steal? Which psychological disorder produce a severe desire to steal? Kleptomania എന്ന് പറയുന്നത്. Kleptomania എന്നാണ് പറയുന്നത്. The psychological disorder produce a severe desire to steal. അതിന് പറയുന്ന പേരാണ് ക്ലെപ്റ്റോമാനിയ എന്നാണ് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ വർക്കേഴ്സ് ഇൻ കോൾ മൈൻസ് ആൻഡ് സ്റ്റോൺസ് ക്വറീസ് ഡെവലപ്പ് സിലിക്കോസിസ്. വർക്കേഴ്സ് ഇൻ കോൾ മൈൻസിനും ഈ കൽപ്പണിക്കാർക്കും ഉണ്ടാകുന്ന ഒരു രോഗമാണ് സിലിക്കോസിസ് എന്ന് പറയുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് വൈറൽ ഡിസീസ്? താഴെ പറയുന്നവയിൽ വൈറൽ ഡിസീസ് ഏത് എന്നാണ് ചോദ്യം. ഉത്തരം ഇൻഫ്ലുവൻസ ആണ്. ഇൻഫ്ലുവൻസ. Mumps is a disease caused by virus. Mumps is a disease caused by virus.